ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കടലയില്ലാതെ കടലക്കറി വെജിറ്റബിളിൽ എങ്ങനെ ഉണ്ടാക്കാം. അതിനായിട്ട് സവാള, ബീൻസ്, തക്കാളി, ബീട്രൂട്ട്, പച്ചമുളക്, ഇതിൽ നമുക്ക് ക്യാരറ്റും കൂടി ഉൾപ്പെടുത്താം. എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടില്ല. ഇത് കുക്കറിലിട്ട് അതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 3 വിസിലടിപ്പിക്കാം. ബീട്രൂട്ടിന് ഇച്ചിരി വേവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഒരു വിസിലും കൂടി അടുപ്പിച്ചോളണം. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് 3 വിസിലടിപ്പിക്കാം. ഇനി 2 കൈപ്പിടി തേങ്ങ നമുക്ക് മിക്സിയിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. വേറെ പ്രത്യേകിച്ച് അരപ്പുകളൊന്നും ചേർക്കണ്ട, തേങ്ങയും വെള്ളവും മാത്രം മതി. കുക്കർ ഓണാക്കിയതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ച് ഉടച്ചു കൊടുക്കണം. ഉടച്ചതിന് ശേഷം നമ്മുടെ ഈ അരച്ച് വെച്ച അരപ്പില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത്, കുറുകിയിരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ, ഇച്ചിരി ശകലം വെള്ളം പോലെ ഇരിക്കണമെങ്കിൽ അങ്ങനെ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കറി മസാലയും ഇടണം. തിളച്ചതിന് ശേഷം എണ്ണയൊഴിച്ച് കടുകിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, തേജ്പട്ട ഇട്ടതിന് ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം. എന്നിട്ട് മല്ലിയില ഇട്ട് കറി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇനി ദോശയുടെ കടലയില്ലാത്ത കടലക്കറിയും കൂട്ടി നമുക്ക് ദോശ കഴിക്കാം. ഈ കടലയില്ലാത്ത കടലക്കറിയും കൂട്ടി ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് ഫ്രണ്ട്സ് എന്നോട് പറയണം എങ്ങനെയുണ്ട് എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.